പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒരു 2 സ്ഥലം വിൽപ്പനയെക്കുറിച്ച് ഉള്ള തടസ്സങ്ങൾ മാറുക എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. ഒന്നാമത്തെ സ്ഥലം ഞങ്ങൾ പാലക്കാട് കുറച്ച് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അത് 5 വർഷമായിട്ട് ഞങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. സ്ഥലത്തിന് KLU ഇല്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൽ സ്ഥല വിൽപ്പന തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ KLUവിന് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ ഫയലുകളുടെ നീക്കുപോക്ക് വളരെ സ്ലോയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നിങ്ങൾ നേരിട്ട് കളക്ട്രേറ്റിൽ ചെല്ലുക, കളക്ടറെ കാണുക, ഇതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറെ കാണുക, കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരറിവ് കിട്ടുന്നു. അതും പ്രകാരം ഞാൻ കളക്ട്രേറ്റിൽ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അവിടെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി. ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചി ആ സമയത്ത് അതിൽ കടന്നു വരുന്നു. ചേച്ചി വന്നിട്ട് പറയുകയാണ്, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ നമുക്ക് കയറിയേക്കാമെന്ന് പറഞ്ഞു. പരിസ്ഥിത അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ ചേച്ചിയെ അതിൽ കടത്തി വിട്ടതും അങ്ങനെ വന്നതും. ഞങ്ങൾ നേരെ കളക്ടറുടെ അടുത്തേക്ക് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഇരുന്നു. ഉടനെ നമ്മുടെ ഫയൽ എടുത്തു നോക്കി ഉടനെ പറഞ്ഞു, ഇത് 2-3 വർഷമായതാണല്ലോ, അർഹതപ്പെട്ടതാണല്ലോ, എത്രയും പെട്ടെന്ന് ഇത് കൊടുക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആ സ്പോട്ടിൽ തന്നെ അത് സൈൻ ചെയ്ത് ഓർഡർ തരുന്നു. നമുക്ക് ഓർഡർ കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ സ്ഥലം ഡിസ്പോസ് ചെയ്ത് മുഴുവൻ ഇടപാടുകളും തീരുന്നു. ഞങ്ങൾ അപ്പം ഇവിടെ നിന്നുള്ള ഉപ്പ് ആ സ്ഥലത്ത് നമ്മൾ ആ കളക്ട്രേറ്റിൽ കയറിയപ്പോൾ തന്നെ ഉപ്പ് അവിടെ ഉപയോഗിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി തന്നെയാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ആ ഓഫീസിൽ കയറുമ്പോഴും ഉപ്പ്, നേർച്ച വസ്തുവായ ഉപ്പ് ആ ഓഫീസിലിട്ടിരുന്നു. അമ്മേ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ കയറിയത്. എന്തായാലും അമ്മ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. ആ ഭാഗം വളരെ ഭംഗിയായിട്ട് 1 മണിക്കൂറിനുള്ളിൽ 3 വർഷത്തെ പ്രശ്നം 1 മണിക്കൂർ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന 10 മിനിറ്റ് സമയം കൊണ്ട് ആ പ്രശ്നം തീർന്നു, പരിഹരിച്ച് നമുക്ക് കൈ കിട്ടി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും കൂടെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. അത് വളരെ പ്രശ്നം പിടിച്ചൊരു കേസായിരുന്നു. കാരണം ആ സ്ഥലം എഴുതി തന്നത് എൻ്റെ വല്യപ്പച്ചനാണ് എഴുതി തന്നത്. അപ്പൻ്റെ പേർക്കാണ് എഴുതി കൊടുത്തത്. അപ്പൻ്റെ പേർക്ക് എഴുതി കൊടുക്കുമ്പോൾ അതിലെ സർവേ നമ്പർ വ്യത്യാസപ്പെട്ടു പോയി. നമുക്കറിയാം, സർവേ നമ്പർ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് തന്നെ പോയി, സ്ഥലത്തിൻ്റെ അഡ്രസ്സേ മാറിപ്പോയി. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുക. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എഴുതി തന്നയാൾ മറിച്ച് എഴുതണം, ആൾ മരിച്ചു പോയി, പിന്നെ അത് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ മരിച്ച ആളുടെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ച് ആ ആധാരം എഴുതണം. അപ്പോൾ അതെങ്ങനെയും എല്ലാവരെയും വിളിച്ച് കൂട്ടി സംഘടിപ്പിച്ചു. അത് ആധാരം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേനാണ് വലിയൊരു പ്രതിസന്ധി അവിടെ വരുന്നത്. ഇവരുടെ എല്ലാം പേര് ആധാരത്തിൽ എഴുതിയിരിക്കുന്ന, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഇവരുടെ എല്ലാം ആധാർ കാർഡിലെ പേര് അവരുടെ ഒഫീഷ്യൽ നെയിം മാമോയിസ പേരുമാണ്. ഇപ്പോൾ 2 പേരാണ്. അപ്പം 1 and same സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും എടുക്കേണ്ട വരും. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് അവരവരുടെ വില്ലേജിൽ പോയി അവരവരുടെ വില്ലേജ് ഓഫീസറുടെ നിന്ന് 1 and same സർട്ടിഫിക്കറ്റ് എടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ തീർക്കാവുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ അവിടെയും മാതാവ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഓരോ ഓഫീസിലും നമ്മൾ ചെല്ലുമ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ആ ആഫീസിലിട്ട് നമ്മൾ കയറി ചെന്ന് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ഓഫീസിൽ ആരെങ്കിലും ഒരാൾ പരിചയക്കാരനായിട്ട് വരുന്നു. സാറേ ഇത് ഒപ്പിട്ട് കൊടുത്തോ, എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്, ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ്, സാറേ ഒപ്പിട്ട് സാറേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ അത്രയും ഫ്രീഡത്തോടെ ഒപ്പിടിച്ച് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ ഈ ആധാരം തിരിച്ച്, അതായത് അതിൻ്റെ പഴയാധാരം തിരുത്തി എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്കുള്ള വാങ്ങാനുള്ള ആൾ റെഡിയായിട്ട് വരുന്നു. ആ സ്ഥലം വിൽപ്പനയ്ക്ക് അവർ വാങ്ങാൻ റെഡിയായിട്ട് വരുന്നു, പൈസ തരുന്നു, സ്ഥലം വാങ്ങുന്നു. അങ്ങനെ അത് രണ്ടാമത്തെ ഒരു കാര്യവും നടന്നു.